വീണ തൈക്കടിയിൽ നിന്ന് ഒന്നും ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. തന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ഒന്നും കണ്ടെടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഡയറി പോലും ഇല്ല എന്ന നിലയ്ക്കാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ PA മുഹമ്മദ് റിയാസ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണവും ഈ പരിശോധനകളുമായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയ സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റിന്റെ രേഖ, അതായത് പത്രക്കുറിപ്പ് രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമൊക്കെയാണ്. ED വീണയുടെ ഡയറി കണ്ടെടുത്തു. അതിന് പ്രകാരമാണ് 9 സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും ഇന്നലെ ഒക്കെ തന്നെ അന്വേഷണവും മറ്റ് അനുബന്ധ നടപടികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർന്നത്. EDയുടെ 19/8/2026 പത്രക്കുറിപ്പിൽ വിശദമാക്കുന്നത് ഇതൊക്കെയാണ്. കയ്യെഴുത്ത് കണക്കുകൾ 27/5/2026 ആണ് ഈ ഒരു പരിശോധന നടത്തിയത്. മെയ് 27-ന് വീണയുടെ പക്കൽ നടത്തിയ പരിശോധനയിൽ കയ്യെഴുത്ത് കണക്ക് പുസ്തകങ്ങൾ കണ്ടെത്തി എന്ന കാര്യം ED വ്യക്തമാക്കുന്നുണ്ട്. പേരുകൾ കൈകാര്യം ചെയ്ത തുകകൾ, ദുബായിലേക്ക് അയച്ച പണം എന്നിവ അടങ്ങിയത്. ദുബായിലേക്ക് ഏകദേശം 3.49 ലക്ഷം ദിർഹമാണ് അയച്ചിരിക്കുന്നത്. ഇന്ത്യൻ രൂപ പ്രകാരം 85 lakhs, 85 ലക്ഷം രൂപ. മറ്റൊരാളുടെ പേരിൽ എടുത്ത സിം കാർഡ് ഒരു വൈഫൈ റൗട്ടറിൽ ഉപയോഗിച്ചതിന്റെ ഫോട്ടോ വീണയുടെ ഡിജിറ്റൽ ഉപകരണത്തിൽ ഉണ്ടായിരുന്നു. ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾക്കായി ഇത് ഉപയോഗിച്ചതായി സംശയം. പണം കൈമാറ്റത്തിന് ഹവാല ചാനലുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി ED വ്യക്തമാക്കുന്നു. വീണ അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തു എന്ന് പിടിച്ചെടുത്ത രേഖകൾ കാണിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി സോൺ 2026 ഓഗസ്റ്റ് 18-ന് കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ PMLA 2002 പ്രകാരം സെർച്ച് നടത്തി. CMRL നടത്തിയ കോർപ്പറേറ്റ് തട്ടിപ്പും കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. അന്വേഷണ പശ്ചാത്തലം SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് 2025 ഏപ്രിൽ 3-ന് ഫയൽ ചെയ്ത പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം തുടങ്ങിയത്. അതായത് CMRLന്റെ MD ശശിധരൻ കർത്ത നടത്തുന്ന എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പ നൽകി യഥാസമയം തിരിച്ചടച്ചിട്ടില്ല. വീണയുടെ 1% കമ്പനിയായ മെസേഴ്സ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് IT കൺസൾട്ടൻസി സേവനം എന്ന പേരിൽ CMRL നിന്ന് വാങ്ങിയത് 2.78 കോടി രൂപയാണ്. നേരത്തെ അത് 1.72 എന്നായിരുന്നു. വീണ എക്സാലോജിക് മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കുള്ള പണം ഈ വ്യാജ ചെലവുകളിൽ ഒന്നായി രേഖപ്പെടുത്തി എന്നും ED വ്യക്തമാക്കുന്നു. ഇതാണ് കൃത്യമായി തന്നെ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ, ഈ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മകൾ പഠിച്ച് ഒരു ബിസിനസ് തുടങ്ങുന്നതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? പിന്നെ ഞങ്ങളുടെ സഹായമൊന്നുമില്ലാതെ വീണയ്ക്ക് ബിസിനസ് നടത്താൻ അറിയാം, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കമ്പനി തുടങ്ങിക്കൂടെ എന്നാണ് ഇന്നലെ മരുമകൻ മുഹമ്മദ് റിയാസ് ചോദിച്ചത്. ED വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ED ഉദ്യോഗസ്ഥൻ ഒരു വാർത്താസമ്മേളനം നടത്തി പറയുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായ രേഖകൾ സഹിതമാണ് ED ഈ ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള അന്വേഷണം നടക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇത് അവസാന ഘട്ടത്തിലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയനാകില്ല, വീണ തൈക്കണ്ടിക്കാകില്ല, PA മുഹമ്മദ് റിയാസിനാകില്ല, ഇവർക്ക് ഒപ്പം നിന്നവർക്കാർക്കും ആകില്ല. ആട്ടപ്പടലം പൂട്ടും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് വരുമ്പോൾ അയ്യോ രാഷ്ട്രീയം കളിക്കുന്നേ, രാഷ്ട്രീയ പ്രതികാരം ചെയ്യുന്നേ, രാഷ്ട്രീയമായി നേരിടും എന്നൊക്കെ കിടന്ന് നിലവിളിക്കുന്നത് ഭീരുത്വം കൊണ്ടാണ്. കാരണം പെടും എന്നുള്ള കാര്യം മുഹമ്മദ് റിയാസിനും ഒക്കെ തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു.